ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒന്നിച്ച് അല്പമിനിറ്റുകൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ജോയ്സ് ടീവ് എന്ന ഈ ടെസ്റ്റിമണി ചാനലിലൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്ന എല്ലാ ആത്മീക ജീവിതാനുഭവങ്ങളും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുന്നു എന്ന് പ്രിയ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നും നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സാക്ഷ്യം, ജീവിതാനുഭവങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം ആത്മീക ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോൺസൺ ജെയിംസ് ഫ്രം കാസർഗോഡ്. ദേവദാസനെ പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട്? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാന്യ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നതിനും ഒരു വാക്ക് ദൈവസന്നിധി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഇന്ന് സന്ധ്യ ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയപ്പെട്ടവൻ്റെ ജീവിത അനുഭവങ്ങൾ കർത്താവെ കേൾവിക്കാരാകുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ആത്മീക പ്രചോദനത്തിന് കാരണമായി തീരണമേ എന്ന് സ്വർഗീയ പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയകൊണ്ട് ഞങ്ങളെ മറയ്ക്കണം. അല്പം മിനിറ്റ് ഞങ്ങൾ ഇവിടുത്തെ സന്നിധിയിലിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഓക്കെ, കർത്താവദാസനെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുള്ളതാണ്. ജീവിതാനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യ നേരത്ത് ഈ ജോയ്സ് ചാനൽ ടിവിയിലൂടെ പ്രിയപ്പെട്ടവരെ സന്ധിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പങ്കുവെക്കുന്ന എൻ്റെ ഈ ജീവിത സാക്ഷ്യം മറ്റുള്ളവരുടെ പ്രചോദനത്തിനും ആത്മീക വർധനവിനും കർത്താവിനായി സമർപ്പിക്കുവാനും കർത്താവിൻ്റെ പാത പിന്തുടരുവാനും ഉപകാരപ്പെടുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. മറ്റാരെങ്കിലും അവരെ കുറ്റപ്പെടുത്താനോ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനോ അല്ല, മറിച്ച് ജീവനുള്ള നമ്മുടെ കർത്താവിനായി നാം ജീവിക്കണം എന്ന് പ്രബോധിപ്പിക്കാൻ കൂടിയാണ് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയ ദേവദാസൻ ഇങ്ങനെ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം ഒരുങ്ങി വന്നത്. വിശുദ്ധ ബൈബിളില് ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. അത് പുതിയ നിയമത്തില് ബൈബിളില് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 7 വാക്യമാണ്. ഫിലിപ്പിയർ 3:7. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിരുന്നാണ് നിങ്ങളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. കത്തോലിക്കരായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട് കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അല്പം പോലും തെറ്റിക്കാതെ വളരെ ഭക്തിയോടും ഭയത്തോടും ആണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ ബാല്യകാലത്തിലെ ചെറിയ പ്രായത്തിലെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ എൻ്റെ വീട്ടിൽ ഈ ജപമാല, ഞങ്ങൾ കൊന്ത എന്ന് പറയും, ജപമാല പഠിക്കും.
എല്ലാ ദിവസവും. അപ്പൊ ഈ ജപമാല ചൊല്ലിക്കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ വളരെ ഭക്തിയോടെ ആ ജപമാല പൂർത്തിയാക്കും. മാത്രമല്ല, എന്റെ മാതാവാണ് കൂടുതലും ഭക്ത ആയിരുന്നത്. കത്തോലിക്ക ഭക്ത എന്ന് എന്റെ അമ്മച്ചിയാണ്. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന സമയം. മാത്രമല്ല, ഈ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ കുർബാനയുണ്ട്, മോർണിംഗ് മാസ്. അപ്പൊ ഞാൻ ഏതാണ്ട് ചെറിയ പ്രായത്തിലെ ഇതിന് പോകാൻ ആരംഭിച്ചു. അങ്ങനെ അതിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പം രണ്ട് കാരണമുണ്ട്. ഒന്ന്, എനിക്ക് സന്തോഷമാണ് രാവിലെ എഴുന്നേറ്റ് ചെറിയ പ്രായത്തില് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പോയി. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്ന ജോസഫ് പഴമ്പാശ്ശേരി, അദ്ദേഹം ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഈ ഞങ്ങളൊക്കെ ചെല്ലുന്ന കണ്ടപ്പം ഒരു ആഗ്രഹം തോന്നി. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതായിരുന്നു: പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന കുട്ടികൾക്ക് 10 പൈസ വെച്ച്, അന്നത്തെ കാലത്ത് 10 പൈസ വെച്ച് കൊടുക്കും. ഒരു ലിസ്റ്റൊക്കെ എഴുതി വെക്കും. അങ്ങനെ കുട്ടികളെല്ലാം ഈ കുർബാനയ്ക്ക് വരും. ഇത് വെച്ചിട്ട് മാസത്തിൽ ഈ പൈസ തരും. അപ്പൊ അതും ഒരു സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അച്ഛൻ അന്നത്തെ ഫാദർ ചെയ്ത ഒരു പരിപാടിയാണ്. കൊള്ളാം. അങ്ങനെ ധാരാളം പേര് വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ സിസ്റ്റർമാര്, കന്യാസ്ത്രീമാര്, അവര് ഈ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ ചെല്ലുന്നത് കൊണ്ട് എന്നോട് ചോദിച്ചു, അൾത്താര ബാലകനായി ആൾട്ടർ ബോയ്, അപ്പൊ നിൽക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിൽക്കാം, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലുകയും ആൾട്ടർ ബോയ് ആയിട്ട്, അൾത്താര ബാലകനായിട്ട് അൾത്താരയിൽ അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബാല്യകാലം മുന്നോട്ട് പോയി. വളരെ പ്രശ്നമൊന്നുമില്ല, സന്തോഷമായിരുന്നു. പക്ഷെ ഈ ഭക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചു. സ്കൂളില് 10ാം ക്ലാസ്സിലായപ്പോഴും പ്രീഡിഗ്രിക്ക് കോളേജിൽ ചേർന്നപ്പോഴൊക്കെ ഞാൻ ഈ ഡെയിലി മാസ് വിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പങ്കെടുക്കും. അവിടെ വേളാങ്കണ്ണി മാതാവിന്റെ നൊവേനയുണ്ട്, അതിൽ പങ്കെടുക്കും. മാത്രമല്ല, കുമ്പസാരിക്കും. എല്ലാ ഞായറാഴ്ചയും കുർബാന സ്വീകരിക്കും. അങ്ങനെ വളരെ ഭക്തിയോടെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പിന്നെ ജീസസ് യൂത്ത് എന്ന സംഘടന, അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. മാത്രമല്ല KCYM, പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ തുടങ്ങിയ ഒരു സെന്റ് തോമസ് യൂത്ത് എന്നും പറഞ്ഞ് ഇടയ്ക്ക് ആരംഭിച്ചു. ഇതിലെല്ലാം വളരെ ആക്റ്റീവായി, അല്പം പോലും പിന്നിലല്ലാതെ മുമ്പിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നു എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കോളേജിൽ ചേർന്ന മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തില് പല പുരോഹിതന്മാരും ഉള്ളതുകൊണ്ട് അപ്പൊ പള്ളിയോടുള്ള ഭക്തി ഞങ്ങൾക്ക് പൊതുവെ ഇച്ചിരി കൂടുതലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. കോളേജിൽ പോകുന്ന കാലമെത്തി. രാവിലെ കുർബാന. പിന്നീട് ഞാൻ പഠിച്ച ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് പ്രീഡിഗ്രിക്ക് ചേർന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം യൗവനത്തിൻ്റെതായ പലതരം കാര്യങ്ങളും ടെംപ്ടേഷനൊക്കെ, പരീക്ഷകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി പലതരത്തിൽ. എന്നാൽ ഞാൻ ഈ പള്ളി ഭക്തി അല്ലെങ്കിൽ ഈ ഭക്തി വിട്ടില്ല. എന്നാൽ യൗവനത്തിൻ്റെതായ എല്ലാവിധ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ആയപ്പോഴാണ് ഇതൊക്കെ പറയുമെങ്കിലും ഈ സമയത്തും എൻ്റെ വീട്ടിലൊരു വിശുദ്ധ ഗ്രന്ഥമില്ല, ബൈബിളില്ല. ബൈബിൾ വായിച്ചിട്ടില്ല. ആകെ ബൈബിൾ വായിക്കുന്ന ഈ അൾത്താരക ബാലകനായി നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ വായിക്കുന്നതല്ലാതെ ബൈബിൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ ബൈബിളില്ല. ചില വീട്ടിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് അവിടെ ബൈബിൾ ഇരിക്കുന്ന കണ്ടിട്ട് അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്ന, ഇടയ്ക്കൊക്കെ വായിച്ചു നോക്കും, അവർക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് വായിച്ചൊക്കെ നോക്കി അങ്ങ് തിരിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്, ലാസ്റ്റ് ഇരിക്കുന്ന സമയത്താണ് ഈ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വെച്ച് ഫാദർ കുര്യോക്കോസ് പുന്നേലിൽ എന്ന് പറയപ്പെടുന്ന ഒരച്ഛൻ അവിടെ ഒരു യുവാക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം നടക്കുന്ന കാര്യം
പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് തന്നെ അവിടെയുള്ള ഞങ്ങളുടെ കോൺവെന്റിൽ ഒരു സിസ്റ്റർ പറഞ്ഞ ഒരു യൂത്ത് ക്യാമ്പ് നടത്തുന്നുണ്ട്, ജോൺസ് അതിന് പോകണം. അപ്പൊ ഞാൻ ആ ക്യാമ്പിന് പോയി. അത് ജീസസ് യൂത്തിന്റെ ഒരു ക്യാമ്പായിരുന്നു, കൊല്ലത്ത് വെച്ച് നടന്നൊരു ക്യാമ്പ്. ഞാൻ അതിൽ പങ്കെടുത്തു. അപ്പം ഉറപ്പിച്ചു ശാസ്താംകോട്ട ഇടവകയിൽ ജീസസ് യൂത്ത് ആരംഭിക്കണമെന്ന്. അങ്ങനെ ആരംഭിച്ചു. അപ്പം ഈ സിസ്റ്റർ തന്നെ അപ്പൊ ആ ക്യാമ്പിന് വെച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, കുര്യാക്കോസ് പുന്നേൽ എന്ന് പറഞ്ഞ അച്ഛൻ നടത്തുന്ന ധ്യാനമാണ്. ശാസ്താംകോട്ട ഇടവകയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെ ആ ധ്യാനത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശാസ്താംകോട്ട ഇടവകയിൽ നിന്ന് പരക്കെ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് എല്ലാം ചെറുപ്പക്കാരെ രജിസ്റ്റർ ചെയ്ത് വലിയൊരു ഗ്രൂപ്പ് ചെറുപ്പക്കാരെ ഞങ്ങൾ ഇടവകയിൽ നിന്നും ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിച്ചു. ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല, ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ സൂചിപ്പിച്ചല്ലോ, സാക്ഷിയെല്ലാം പറഞ്ഞല്ലോ. പക്ഷേ യേശു ജീവനുള്ള ദൈവമാണെന്നും യേശു ഇപ്പോഴും ജീവിക്കുന്നെന്നും എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ആ ധ്യാനത്തിലാണ്. ഈ യേശുവിനായി ജീവിതം സമർപ്പിക്കണമെന്ന് മനസ്സിലായത് ആ ധ്യാനത്തിലാണ്. അവിടെ വന്ന ചെറുപ്പക്കാർ എന്താണ്, ചെറുപ്പക്കാരും മിക്കവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഒരു ആത്മീയ അനുഭവം പ്രാപിക്കുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഭക്തിയും, അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ പ്രാർത്ഥനയും, അതുവരെ ഉണ്ടായിരുന്ന ദൈവീയ സങ്കല്പവും ഒക്കെ ഉടയ്ക്കപ്പെട്ടത് സത്യത്തിൽ ഈ ധ്യാനത്തിലാണ്, ഈ ധ്യാനത്തിൽ വെച്ചാണ്. മാത്രമല്ല, അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദൈവം ഇടപെടുന്നതായിട്ടും ഇങ്ങനെ അല്ല, നീ ഈ ദൈവത്തിനായി ജീവിക്കണം, ഈ ദൈവത്തിന്റെ സാക്ഷിയാകണം, യേശുവിന്റെ സാക്ഷിയായി മാറണം, അനേകരെ ഈ സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം, അനേകർക്ക് വചനം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുള്ള വലിയൊരു ദൈവിക ആത്മീയ പ്രചോദനം എനിക്ക് ആ ധ്യാനത്തിൽ വെച്ച് ലഭിച്ചു. ആ ധ്യാനത്തിൽ വെച്ച് ഇത് ലഭിച്ചു കഴിഞ്ഞപ്പം ആ ദിവസത്തെ ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞത് 1992 അനുഭവം ഞാൻ പറയുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കുറെ ചെറുപ്പക്കാർ കൂടി തീരുമാനിച്ചു, നമുക്ക് നമ്മുടെ ഇടവകയെ ഒന്ന് ഉദ്ധരിക്കണം, അവർക്ക് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തണം, അവരെ പ്രാർത്ഥനാനുഭവത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ പിന്നെ തിരിച്ച് ഈ ധ്യാനം കഴിഞ്ഞ് ശാസ്താംകോട്ടയിലെത്തി. ശാസ്താംകോട്ടയിൽ വന്ന് ചെറുപ്പക്കാരെ എല്ലാം സംഘടിപ്പിച്ചു. ജീസസ് യൂത്ത് വളരെ ശക്തമാക്കി. മാത്രമല്ല, ഇടവകയിലെ ഓരോ വീടുകൾ തോറും പ്രയർ സംഘടിപ്പിച്ച് ആ വീടുകളിൽ വെച്ച് പ്രാർത്ഥനകൾ നടത്തി അവരെ ഒന്ന് കർത്താവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം വെച്ചു. 3-4 മാസം മുൻപേ വരെ ബുക്കിങ് ധ്യാനത്തിന് വേണ്ടി, ഞങ്ങൾ പ്രയറിന് വേണ്ടി തൊട്ടടുത്തുള്ള ഇടവകകളിലും പലയിടത്തുമായിട്ട് നടക്കാൻ തുടങ്ങി. മാത്രമല്ല, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഇടവക, അത് പട്ടകടവ് ഇടവക, ആ ഇടവകയിൽ ഞങ്ങളുടെ ഇടവകയുടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 2 ഇടവകളെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു സമാധാന സന്ദേശ റാലി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വലിയ റാലിയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വലിയ വലിയ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയ ഇടവകയോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് ഉള്ള വലിയ പ്രവർത്തനങ്ങൾ ഈ നടത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് എൻ്റെ ഹൃദയത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ഇടപെട്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ധ്യാനത്തിൽ കൂടിയ സമയത്ത് കർത്താവിനായി ജീവിക്കണമെന്നും കർത്താവിനെ കുറിച്ച് പറയണമെന്നും കർത്താവിന്റെ വചനം പ്രഘോഷിക്കണമെന്നൊക്കെയുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ അത് സൂചിപ്പിച്ചു. അതിൻ പ്രകാരം ഞാൻ ഇടവകയിലെ അച്ഛനെ പോയി കണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാ, അപ്പം എനിക്കിങ്ങനെ സെമിനാരിൽ പോകണം, എനിക്കൊരു പുരോഹിതനായി തീരണം, ഈ ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെയാണ് ഞാൻ കൊല്ലം സെന്റ് റഫേൽ സെമിനാരിയിൽ ഒരു പുരോഹിതനായി തീരുവാൻ വേണ്ടി ചേരുന്നത്. അപ്പൊ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വന്നതാണ്. അപ്പൊ അവിടെ ചെന്നു അവിടുത്തെ പഠനം പഠിക്കാൻ ആരംഭിച്ചു. അപ്പം അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇറ്റലിയിലേക്ക് പോകാൻ, അവിടെ പോയി ഒരു മിഷണറീസ് ഓഫ് ഡിവൈൻ റിഡംപ്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരു മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഇറ്റാലിയൻ കോൺഗ്രിഗേഷന്റെ പുരോഹിതനാകാൻ വേണ്ടി അവരുടെ ഒരു സെലക്ഷൻ ലഭിക്കുകയും അവിടുന്ന് ഇറ്റലി പോകാനുള്ള
പേപ്പർ വർക്കുകൾ നടക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ 3-4 ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അപ്പം ഈ ശാസ്താംകോട്ടയായിട്ടൊക്കെ ഉള്ള ബന്ധം വിട്ടു. എങ്കിലും ഇടയ്ക്കൊക്കെ ശാസ്താംകോട്ട വരും, ലീവൊക്കെ ഉള്ളപ്പോൾ വരും. എങ്കിലും ജീവിതത്തിലെ വലിയ ലക്ഷ്യം ഒരു പുരോഹിതനാകുക, ഒരു അച്ഛനാകുക. ആ പുരോഹിതനാകാൻ വേണ്ടി ഉള്ള വലിയ പ്രാർത്ഥന, ആഗ്രഹം, സമർപ്പണം ഇതെല്ലാമായിട്ട് ഞാൻ അങ്ങനെ പോയി. അങ്ങനെ സെന്റ് റഫേൽ സെമിനാരി, കൊല്ലത്തെ സെമിനാരിയിൽ നിന്ന് അടുത്ത ഇറ്റലി പോകാനുള്ള ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി കോട്ടയത്ത് കുറവിലങ്ങാടിനടുത്ത് ഒരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷന്റെ ഒരു കോൺവെന്റിൽ പോയി നിന്ന് ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ നേരത്തെ ഞാൻ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ശാസ്താംകോട്ടയിൽ വന്ന സമയത്ത് ഈ സമാധാന സന്ദേശ റാലി നടത്താനായി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അപ്പൊ അന്നിരുന്ന അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ സമീപത്തുള്ള ഒരു സാറിന്റെ കാര്യം പറഞ്ഞു, ജേക്കബ് സാറ് അതിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ ഇതിൽ ഉൾപ്പെടുത്തി അങ്ങനെ കുറെ സമൂഹത്തിൽ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണല്ലോ, ചെറിയ പ്രായമുള്ളവരാണല്ലോ, ഇച്ചിരിയുടെ പ്രായവും പക്വതയുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ജീസസ് യൂത്തിന്റെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഈ ജേക്കബ് സാർ ഉൾപ്പെടുന്ന അടുത്തൊരു ഗ്രൂപ്പ് പ്രിയപ്പെട്ടവരും ചേർന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ സെമിനാരിൽ പോകുന്നതിന് മുമ്പ് തന്നെ അപ്പൊ ഒരു ദിവസം ഈ ജേക്കബ് സാറിന്റെ വീട്ടിലേക്ക് ഒരു ബ്രദർ വന്നു. അതെ, ഞങ്ങൾ ഈ വീടുകൾ തോറും പ്രാർത്ഥനയൊക്കെ നടത്തി ഇടവുകൾ തോറും പ്രാർത്ഥന നടത്തി ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് അപ്പൊ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദർ വരുന്നെന്നാ കേട്ടെ. സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് അപ്പം ആ വന്ന ആള് പെന്റക്കോസ്തുകാരനാണോ അല്ലയോ എന്ന് അറിയണം. പെന്റക്കോസ്തുകാരനാണ് പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ കത്തോലിക്കരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കരങ്ങളിരിക്കുന്ന ബൈബിൾ ഏതാണെന്ന് നോക്കി. അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന ബൈബിൾ ഏതാണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി POC കത്തോലിക്ക ബൈബിളാണ്. അപ്പൊ നമ്മുടെ ആള് തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്ന മുഴുവൻ കത്തോലിക്ക ബൈബിളിൽ നിന്ന് തന്നെയാണ്. വളരെ സന്തോഷം തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ, അദ്ദേഹം സംസാരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ബന്ധമായി. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സെമിനാരിൽ അച്ഛനാകാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞു. അദ്ദേഹം അതിനെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, പക്ഷെ പ്രാർത്ഥിക്കണം, ദൈവഹിതത്തിനാണ് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. ഒരു പുരോഹിതന ആകുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ ദൈവം ജോൺസനെ കുറിച്ച് അതാണോ ആഗ്രഹിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ കർത്താവ് എന്താണോ ജോൺസനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മാത്രമല്ല ഞങ്ങളുടെ പള്ളിയിലപ്പം ഞങ്ങൾ ഒരു ധ്യാനം നടത്തി 3 ദിവസത്തെ. അന്ന് പ്രസംഗിച്ചത് ഈ വന്ന ബ്രദറാണ്. അദ്ദേഹത്തിന്റെ പേര് പൊന്നൻ പൊന്നൻ ബ്രദർ, ആലപ്പുഴ. അപ്പൊ അദ്ദേഹം അവിടെയും വന്ന് പ്രസംഗിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നിട്ടാണ് ഞാൻ അപ്പം ഈ സെമിനാരിൽ പോയി. സെമിനാരിൽ പോയപ്പോൾ എനിക്ക് സെമിനാരിലേക്ക് ഇദ്ദേഹം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. പല കത്തുകളും എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ അവിടുന്ന് കോട്ടയത്ത് ഈ കുറവല്ലങ്ങാടിനടുത്തുള്ള മണ്ണാക്കനാട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കത്തുകൾ, ആഴ്ചതോറും എനിക്ക് കത്തുകൾ അയക്കും. അപ്പൊ ഈ കത്തുകൾ ഓരോന്നും വായിക്കും തോറും അതിൽ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുക. ഞാൻ തുടർച്ചയായിട്ട് ഈ കത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിൽ ഇങ്ങനെ ദൈവവചനം എഴുതി പല കാര്യങ്ങൾ, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന്, അതുപോലെ തന്നെ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന്, അങ്ങനെ പല ലേഖനങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ എടുത്ത് അദ്ദേഹം ഇത് എഴുതുക. ഇത് വായിക്കും തോറും ഞാൻ അത് ബൈബിളിൽ പരിശോധിച്ച് നോക്കും, അങ്ങനെ തന്നെയാണോ, ശരിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ ജീവിതത്തിന്റെ അഭിലാഷ നിവൃത്തി എന്ന് പറയുന്നത്, ഇപ്പൊ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പുരോഹിതനാകുന്നതാണ്. അപ്പൊ അത് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ കത്തുകൾ വായിക്കും, അതങ്ങനെയാണോ എന്ന് പരിശോധിക്കും, എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആയിരിക്കുമ്പോഴാണ് ഇറ്റലിയിലേക്കുള്ള പേപ്പറുകൾ ഓരോന്ന് ശരിയാക്കാൻ തുടങ്ങി. വിസയുടെ വിസയ്ക്ക് മാത്രം ഒരു ചെറിയ തടസ്സം കുറച്ച് ലേറ്റ് ആകുമെന്ന് അറിയിച്ചു. അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അത് ശരിയാകുന്നിടം വരെ ഒന്ന് വീണ്ടും തിരിച്ച് ശാസ്താംകോട്ടയിലേക്ക് വന്നു. അത് ശരിയാകുന്നതനുസരിച്ച് മടങ്ങിപ്പോകാമല്ലോ. അപ്പൊ വർഷങ്ങൾ 2-3 മുന്നോട്ട് പോയി കഴിഞ്ഞു. ശാസ്താംകോട്ടയിലെത്തി. അപ്പൊ അറിയാമല്ലോ, സെമിനാരിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ബ്രദറാണ് പുരോഹിത. കാരണം നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ ഭക്തനൊക്കെ ജീവിച്ചുകൊണ്ട് അതിൻ്റെതായ സ്ഥാനങ്ങൾ പള്ളിയിലും മറ്റുമൊക്കെ നമുക്ക് തരും. ഇറ്റലിയിലേക്കുള്ള സാക്ഷി കിട്ടി, എല്ലാവരും ഒക്കെ അറിഞ്ഞ് നല്ല സന്തോഷമായിരിക്കുക. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്നപ്പോഴാണ് അച്ഛൻ, അന്നിരിക്കുന്ന ഫാദർ എന്നോടൊരു കാര്യം പറഞ്ഞു. ജോൺസൺ,
വളരെ ദയനീയമായ ചില കാര്യങ്ങൾ ഇവിടെ നടന്നു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയച്ചാൽ, അത് അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും പോയി സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പെന്റക്കോസ്തുകാരായി. ഞാൻ ഞെട്ടിപ്പോയി. അതില് മുൻപിലുള്ള ആളാണ് ഈ ജേക്കബ് സാറ്. അദ്ദേഹവും മറ്റു പലരും അങ്ങനെ ആയി. ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നു. ഞാൻ അതുകൊണ്ട് ജോൺസൺ ഒരു കാര്യം ചെയ്യണം. അച്ഛൻ പറഞ്ഞു, ഈ പോയവരെയെല്ലാം ഇറ്റലി പോകുന്നതിന് മുമ്പ്, ലോകമായിട്ട് ഇറ്റലി പോകുന്നതിന് മുമ്പ് ഈ പോയവരെയെല്ലാം മടക്കി കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. അങ്ങനെ ശ്രമം ആരംഭിച്ചു. ഞാൻ പോയി ഈ ഓരോരുത്തരെ നേരിൽ കണ്ടു. കത്തോലിക്ക നമ്മുടെ സഭയുടെ മഹത്വവും മറ്റു പല കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അപ്പം അച്ഛൻ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനുള്ള ഒരു അവസാനത്തെ ഒരു ഉത്തരം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ആ പൊന്നം ബ്രദർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ എനിക്ക് തിരിച്ചു പോകണം, കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ പൊന്നം ബ്രദറിനെ വിളിച്ചു. വീണ്ടും ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തിയ. അപ്പൊ ഒരു മീറ്റിംഗ്, അപ്പൊ നമ്മളിത് പോകാൻ വേണ്ടി ക്രമീകരണങ്ങൾ, ഇറ്റലി പോകേണ്ട ക്രമീകരണങ്ങൾ ഭവനത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിസയുടെ പേപ്പറുകൾ അവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. മാർപ്പാപ്പയുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി പോയി അടുത്ത പഠനം, ബാക്കിയുടെ പഠനം പൂർത്തീകരിച്ച് പുരോഹിതനായി തീരുവാനുള്ള വലിയ ആഗ്രഹത്തിൽ ഇരിക്കുന്ന ടൈമിൽ ഈ ദൈവദാസൻ വീണ്ടും വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: നമ്മൾ ഒരിക്കൽ സ്നാനപ്പെട്ടതല്ലേ, ഇനി സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇവരൊക്കെ പോയി സ്നാനപ്പെട്ട് അത് ശരിയാണോ? നമ്മൾ ജനിച്ച് കുറച്ച് കഴിച്ചപ്പോഴേ ഇതൊക്കെ സ്വീകരിച്ചവരല്ലേ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവര് പോയി ഇപ്പോ രണ്ടാമതൊരു സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അദ്ദേഹം മിണ്ടാതെ നിന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ബൈബിളിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, POC ബൈബിളാ കയ്യിലുള്ള. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അവർ ചെയ്യണമെങ്കിൽ ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ചോദിച്ചു, ദൈവം അങ്ങനെ സംസാരിക്കുമോ? തീർച്ചയായിട്ടും നമുക്കറിയത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ജോൺസൺ ഒരു കാര്യം ചെയ്യും, ജോൺസൺ ബ്രദർ ഒരു കാര്യം ചെയ്യും, കർത്താവിനത് പ്രാർത്ഥിക്കാം. കർത്താവെ, അവര് കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്താണ്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിന്റെ രണ്ടാമത്തെ ദിവസം ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെന്താ? അപ്പൊ ഞാൻ ഈ സ്നാനപ്പെടുന്നതിനെതിരെയും പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കുന്നതിനെതിരെയും ഒക്കെ ശക്തമായി നിന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം, ഇത് സത്യമാണോ സത്യമല്ലയോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ യേശുവിന്റെ അമ്മയായ മാതാവിനോടും മറിയത്തോടും ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാവോ? പലയിടത്തും മാതാവെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. പെന്തക്കോസ്തുകാർക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവരും ഈ അമ്മയെ വിശ്വസിക്കുമായിരുന്നല്ലോ. കാരണം ഞാൻ അത്രയ്ക്ക് യേശുവിന്റെ അമ്മയിലും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ മീറ്റിങ്ങിൽ അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരിങ്ങനെ ശ്രമിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ പറയുന്നു കാര്യങ്ങൾ, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ. അന്ന് ആ ഉച്ചയ്ക്ക് നടന്ന ഈ ദൈവദാസൻ നടത്തിയ മീറ്റിങ്ങിൽ, കത്തോലിക്ക ബൈബിൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മീറ്റിങ്ങിൽ കണ്ണടയ്ക്കൂ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ചെവിയിലേക്ക് ഒരാൾ വന്നിട്ട് പറയുക, ഇന്ന് നീ സ്നാനപ്പെടണം. ഒരു സ്വരം. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എന്റെ ചുറ്റും നോക്കി. ആരെങ്കിലും ഈ സ്വരം കേട്ട്, ആരെങ്കിലും, നീ അറിയത്തില്ലല്ലോ, ആരെങ്കിലും വന്ന് ചെവി പറഞ്ഞാണോ? ഞാൻ പ്രസംഗിക്കുന്ന ദൈവദാസനെ നോക്കി, അതേ അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ അടുത്തിരുന്ന സ്നേഹിതരെയൊക്കെ നോക്കി, അവരെല്ലാം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതായിരിക്കും. വീണ്ടും ഞാൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചപ്പം വീണ്ടും എന്നോട് ഒരു സ്വരം, നീ ഇന്ന് സ്നാനപ്പെടണം. വീണ്ടും ഞാൻ കണ്ണുകൾ തുറന്നു. ഇതായപ്പോ ഞാൻ ഭയന്നുപോയി. സത്യത്തിൽ ഞാൻ ചുറ്റും നോക്കിയിട്ട് ആരുമില്ല. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാരാണ്. ആ റൂം, അദ്ദേഹത്തിന്റെ ആ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലെ ആ റൂം നിറയെ 10-50 ചെറുപ്പക്കാരിപ്പുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക.
എല്ലാവരും അതിൽ 3-4 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ജീസസ് യൂത്തിലെ മെമ്പേഴ്സാ. ഞാൻ കർത്താവിനോട് ശക്തമായ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെന്തായി കേൾക്കുന്നത്, എന്തായി കേൾക്കുന്നത്, ഇത് സ്നാനപ്പെടണമെന്നോ? മൂന്നാമതും എന്നോടൊരു സ്വരം ഉണ്ടായി, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ കണ്ണുകൾ തുറന്നു. അത് എന്നിട്ടും എനിക്ക് ഹൃദയത്തിൽ വല്ലാത്ത വിങ്ങൽ അനുഭവപ്പെട്ടു. കാരണം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഞാൻ ഇതുവരെ കാത്തിരുന്നതും ഇതുവരെ പ്രാർത്ഥിച്ചതും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ആയ ആ പൗരോഹിത്യം അല്ലെ പുരോഹിതനാകുക, ഒരു അച്ഛനാകുക എന്നുള്ള സ്വപ്നം ഒരു സൈഡിലും, ഇപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരവും. ഞാൻ ഏത് തെരഞ്ഞെടുക്കണം, ഏതിന് ഞാൻ ചെവി കൊടുക്കണം, ഏതനുസരിക്കണം, എനിക്ക് ആ കൺഫ്യൂഷനായി. ഈ പ്രയർ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ എൻ്റെ സ്നേഹിതനായ അനിൽ എന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതെ, അവൻ ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഇന്ന് സ്നാനപ്പെടണമെന്ന്. പെട്ടെന്ന് ആ സഹോദരൻ എന്നെ നോക്കിച്ച് പറഞ്ഞ്, ബ്രദറെ ഞാനും കേട്ടു, എന്നോട് പറഞ്ഞു ഇന്ന് സ്നാനപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അന്ന് ആ മീറ്റിംഗിലിരുന്ന 7 പേരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ നാടില് തൊട്ടടുത്ത് മൈനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കുറ്റിമുക്ക്. അവിടെ ഒരു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഉണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ എൻ്റെ സ്നേഹിതർ ചിലര് അവിടെ ഒക്കെ പോകാറുള്ളത് കൊണ്ട് ഒരിക്കൽ അവിടെ ഒരു വീട്ടിൽ പോയി. വീട്ടിൽ ഞാൻ ഈ കത്തോലിക്ക വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആളാണെന്നും, ഞാൻ ഇങ്ങനെ അന്നൊരു സെമിനാരിയിൽ അന്ന് പോയിട്ടില്ല, ഈ ESS യൂത്തിലാണ്. അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ അവര് ഒരു വീട്ടിൽ ചെന്നപ്പം അവിടുത്തെ സഹോദരി എന്നോട് പറഞ്ഞ് സ്നാനപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ട സിസ്റ്റർ, ഇനി എന്തിനാ സ്നാനപ്പെടുന്നത്? ഒരു പെന്തക്കോസ്തൽ വിശ്വാസം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു ആന്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ സ്നാനപ്പെടുന്നത്? ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടയാ. അപ്പൊ പറഞ്ഞ്, അല്ല, സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സ്നാനപ്പെടാം, പക്ഷെ ദൈവം എന്നോട് സംസാരിക്കണം. എന്റെ കൈ പിടിച്ച് എന്നെ വെള്ളത്തിൽ ഇറക്കണം, അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടാം. അപ്പൊ ഈ സൗകര്യം ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ്, അത് കൊള്ളാൻ ബ്രദറെ, ദൈവം ആരുടെ കൈ പിടിച്ചും സ്നാനപ്പെടണമെന്നും പറഞ്ഞൊന്നും സ്നാനപ്പെടുത്തത്തില്ല. അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ വചനം കേട്ട് വിശ്വസിച്ചൊക്കെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനോട് സത്യം എനിക്ക് യോജിപ്പില്ലാത്ത കാരണം ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടാണ്. പക്ഷേ ഞാൻ അന്ന് ആ സഹോദരിയോട് ഒഴിവ് പറഞ്ഞു മാറിയപ്പോ ഞാൻ എന്തു പറഞ്ഞോ അത് ദൈവം കണക്കിട്ടിട്ട് അന്ന് ആ മീറ്റിംഗിന്റെ ഇടയിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ദൈവാത്മാവിന്റെ ഇമ്പസ്വരം അത് കേട്ട് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ പലരും അത് കേട്ടെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ആകെ വല്ലാത്തൊരു അനുഭവത്തിലായി. എനിക്ക് എന്തൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഞാനാണെങ്കിൽ ആ പൊന്നമ്പറിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ ഇങ്ങനൊരു സ്വരം കേട്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു അനുഭവമുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇരിക്കുന്ന സ്ഥലമല്ല ഞാൻ മറന്നുപോയി. ഞാൻ ഇരിക്കുന്ന സ്ഥലമെല്ലാം മറന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം പ്രാപിച്ചിട്ട് ഞാൻ അവിടുന്ന് തുള്ളിച്ചാടി. ഇതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നിന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നോട് ദൈവം ഇടപെട്ടിരുന്നു, ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാ വന്നത്. നിങ്ങളുടെ ഈ ഇടയിലുള്ള ഈ പ്രശ്നവും സംശയവും ശരിയാണോ തെറ്റാണോ? ചെറുപ്പക്കാരാണല്ലോ, അപ്പം ദൈവം ഇടപെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് ഇടപെട്ടത്, നീ ഇന്ന് സ്നാനപ്പെടണം. അദ്ദേഹം ഞങ്ങളെ നോക്കി നിൽക്കുക, എന്ത് ചെയ്യണം? അവിടുന്ന് ഞങ്ങളുടെ പോകുന്ന വഴിക്കുള്ള മറ്റൊരു എന്റെ സ്കൂൾ അധ്യാപകനായിരുന്ന ഒരു പീറ്റർ ജോൺ എന്ന് പറയപ്പെടുന്ന സാറിന്റെ ഭവനത്തിൽ ഞങ്ങൾ എത്തി രാത്രി. അപ്പം വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വീണ്ടും വന്നു. വീണ്ടും ഈ സ്നാനത്തെ കുറിച്ചുമുള്ള ക്ലാസ് ഈ പൊന്നമ്പറിനോട് പറഞ്ഞു. അതിന്റെ ക്ലാസ്സുകളും അതിന്റെ കാര്യങ്ങളും എല്ലാം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് രാത്രി വീണ്ടും വൈകുന്നേരം വീട്ടിൽ പോയി വീണ്ടും ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ആ വീട്ടിലെത്തി ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഈ സാറിന്റെ ഭവനത്തിൽ ചെന്നിരുന്ന് വീണ്ടും വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞങ്ങൾ 7 പേര് ഒരു ദൈവാത്മാവ് സംസാരിച്ചെന്ന് പറഞ്ഞതിൽ 3 പേര് ആ സാറിന്റെ മക്കളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒന്നുകൂടെ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചിട്ട് 1995 ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് നേരെ, അപ്പൊ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല. സാര പറഞ്ഞ ഈ ഡ്രസ്സ് മാറണ്ടേ, വീട്ടിൽ ചെന്ന് ഡ്രസ്സ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ, ഇത്രയും സമയമായില്ല, ഇപ്പൊ നീ എന്തിനാണ് ഡ്രസ്സ് എടുത്തത്? ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാരും ഞങ്ങൾ എത്രയും പേര് തയ്യാറായി ഇങ്ങനെ നിൽക്കുക, ദൈവത്തിന്റെ സ്വരം കേട്ടവരാ. ഞങ്ങൾ അവിടുന്നുള്ള ബെഡ്ഷീറ്റുകളും അവിടുന്നുള്ള ഇതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഈ ശാസ്താംകോട്ട കോളേജിലേക്ക് പോകുന്ന വഴിക്കുള്ള കായൽ കടവിലേക്ക് ഞങ്ങൾ പാട്ടും പാടി യാത്രയായി. അവിടെ വെച്ച് ഞങ്ങൾ ആ രാത്രി ഏകദേശം 11:30 ആകുന്ന സമയത്ത് ആ കായലിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുവചന പ്രകാരം സ്നാനമേൽക്കാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തെ മാറ്റിമറിച്ചു. അന്നേരവും എന്റെ ജീവിതത്തിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, നാളെ എന്തായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സെമിനാരിയിലെ കാര്യങ്ങളുണ്ട്, എന്റെ വീട്ടിൽ ഞങ്ങൾ അപ്പനും അമ്മയും ഞങ്ങൾ 5 മക്കളാ. ഞാൻ 4ാമത്തെ ആളാണ്. മൂത്ത 2 സഹോദരിമാരുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, ഒരു അനുജനുണ്ട്. അപ്പൊ അവർ എല്ലാവരും, വീട്ടിലെ എല്ലാവരും, ഇടവകയിലെ എല്ലാവരും ഒക്കെ പ്രതീക്ഷയോടെ ബ്രദറേന്ന് വിളിച്ച് അടുത്ത ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്ന ചില വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആ വലിയ സ്വപ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതിനേക്കാൾ ഉപരി എന്റെ കർത്താവിന്റെ വചനത്തിന് വില കൊടുക്കണമെന്ന് മനസ്സിലായി. ഒന്നും കണ്ടിട്ടല്ല, സമ്പത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഭാവിയെല്ലാം അനിശ്ചിതത്തിലേക്ക് ആക്കിക്കൊണ്ടാണ് ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ മറ്റൊന്നും ചിന്തിച്ചില്ല. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി, ജീവിക്കുന്നുവെങ്കിൽ ജീവനുള്ള വചനത്തിന് വേണ്ടി, ജീവിക്കുന്നുവെങ്കിൽ ഇനിയുള്ള ആയുസ് മുഴുവൻ ഈ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി, കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് ഒറ്റ ആഗ്രഹത്തിനാണ് ഈ സ്നാനപ്പെട്ടത്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച. എല്ലാ ദിവസവും രാവിലെ ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ പോകും, അൾത്താരപാലകനാണ്, അൾത്താരെ കയറണം, വായിക്കണം. പക്ഷെ അന്ന് രാവിലെ തന്നെ ഒരുങ്ങി. വീട്ടുകാരെല്ലാം വിചാരിച്ചത് ഞാൻ പള്ളിയിൽ പോകുവാന്ന്. അവരെല്ലാം വന്നു, പക്ഷെ എന്നെ പള്ളിയിൽ കണ്ടില്ല. കാരണം ഈ സാറിന്റെ ഭവനത്തിലേക്ക് പോയി അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെന്റക്കോസ് കൂട്ടായ്മ എന്താണെന്നറിയത്തില്ല, പ്രാർത്ഥന എന്താണെന്നറിയത്തില്ല, എങ്ങനെ ഇത് ഒന്നും അറിയത്തില്ല. ദൈവം വിളിച്ചു, ദൈവസ്വരം കേട്ടു, അനുസരിച്ചു. അന്ന് അവിടെ ഞങ്ങളൊരു കൂട്ടായ്മ ആരംഭിച്ചു. അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ മീറ്റിംഗ് നടക്കുമ്പം മറ്റൊരാൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നായിരുന്നു, ഈ ജീസസ് യൂത്തിന്റെ മീറ്റിങ്ങിന്. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ മോഹൻ പി ഡേവിഡ് എന്നാണ്. അദ്ദേഹം പാസ്റ്റർ ആണെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം ഒരു യുവാവായി അവിടെ വന്ന് അന്ന് അദ്ദേഹം ഈ ബൈബിള് വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വചനം പ്രസംഗിച്ച സമയത്തും നമ്മളപ്പം അത് കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഒരുപാട് വചനം അന്നും അറിയത്തില്ല. ആ വന്ന് പ്രസംഗിക്കുന്ന മോഹൻ പി ഡേവിഡ് എന്ന് പറയപ്പെടുന്ന ദൈവദാസൻ പെന്റക്കോസ്തുകാരനാണെന്ന്, അല്ലെ പെന്റക്കോസ്ത് അനുഭവത്തിലുള്ള ആളാണെന്ന്, പാസ്റ്റർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. അദ്ദേഹം വന്ന് നമ്മുടെ വചനമൊക്കെ പ്രസംഗിക്കുക. പക്ഷേ ഈ ഓരോ വചനങ്ങളും, ഈ ഓരോ വചന ശുശ്രൂഷകളും ഒരിക്കൽ പോലും പെന്റക്കോസ്ത് എന്ന ഒരു വേർഡ് പോലും ഉപയോഗിക്കാതെ അവിടെ നിന്ന് ഈ ദൈവഭക്തന്മാർ അവിടെ ഒരു റൂമിനകത്തിരിക്കുന്ന 19-ലധികം ചെറുപ്പക്കാരുടെ നടുവിൽ നിന്ന് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അതിൽ നിന്ന് വലിയൊരു കൂട്ടം ജനത്തെ ആദ്യമായി ശാസ്താംകോട്ടയിൽ ഒരു പെന്റക്കോസ്ത് സഭ ഉണ്ടാകുക, അല്ലെങ്കിൽ പെന്റക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കൾ ഉണ്ടാകുക അവിടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവിച്ചു. അവിടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവമായി മാറി. അങ്ങനെ അപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ചില പ്രശ്നങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പറയുന്നത് ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിന് ഉപകരിക്കാത്ത ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതല്ല എന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അതല്ല എന്റെ ഉദ്ദേശം. ഇത് കേൾക്കുന്നവരെ ഹൃദയത്തെ ദൈവാത്മാവ് സന്ദർശിക്കാൻ വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അനുഭവങ്ങളുണ്ടായി, ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അനുഭവങ്ങളുണ്ടായി, ചില ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ കടന്നുപോയി, ഒന്നുമില്ലാത്ത അനുഭവങ്ങളുണ്ടായി. അപ്പം ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു. ഞാൻ അതിനൊന്നും വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ നാമത്തെ പ്രതി ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതിന് വർണ്ണനയോ അതിന്റെ കാഠിന്യമോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ അതും ആ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് കർത്താവിന് മഹത്വമാകട്ടെ.
സ്തോത്രം. അങ്ങനെ ഇനി 2-3 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കുളിച്ചിട്ട് വിശക്കുന്നു. സത്യത്തിൽ വിശപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ആ പള്ളിയിൽ തന്നെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു സാറ് ഞാൻ കാണാൻ എന്നെ കണ്ടു. ജോൺ സാർ എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറഞ്ഞ സന്തോഷമായിരിക്കുന്നു. നീ ഇങ്ങനെ പള്ളിയൊക്കെ വിട്ടെന്ന് കേട്ടപ്പോ, അച്ഛൻ പട്ടമൊക്കെ വിട്ട് എന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, ഞാനിപ്പം ലീവിന് വന്നിരിക്കുകയല്ലേ, ഇനി വിസ ശരിയാകത്തില്ലേ? അല്ല, എല്ലാരും പറഞ്ഞു നീ സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടെന്നുള്ളത് ശരിയാണ്, അപ്പൊ പിന്നെ പള്ളി കാണുന്നില്ല. ഞാൻ പറയും പള്ളി വരുന്നില്ലെന്നതും ശരിയാണ്, അപ്പൊ അത് വിട്ടോ? ഞാൻ പറഞ്ഞു അത് വിട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇനി ഞാൻ കർത്താവിനായി, ഇനി കർത്താവിന്റെ നാമത്തിനായി. അപ്പൊ ഇനി സെമിനാരി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്റെ മകനുണ്ട്, അവന് അനുസരണം ഒക്കെ കുറവാണ്, അപ്പൊ ജോൺസൺ വന്നിട്ട് അവന് ഒന്ന് ട്യൂഷൻ എടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കൊന്നും അറിയാത്ത പരിപാടിയാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിന്റെ അടുത്ത ഇപ്പോൾ ഉള്ള എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുപ്പി വെള്ളം, അന്നത്തെ കാലത്ത് കുപ്പിവെള്ളം ഇല്ലെങ്കിലും വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരു അനുഭവത്തിലാണ്. ബസ്സിൽ കയറി പോകാൻ പൈസ ഇല്ല, 1 രൂപ കയ്യിലില്ല, ഒരു തൊഴിലറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അനുഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാം. അങ്ങനെ അന്ന് 4:30 ആയപ്പോ ഞാൻ മകൻ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം നോക്കി 4:30 ആയപ്പോ ഞാൻ വീട്ടിലെത്തി. അവന് ട്യൂഷൻ എടുക്കുവാൻ വേണ്ടി അവനെ പിടിച്ചിരുത്തിയപ്പോഴത്തേക്കുണ്ട് അദ്ദേഹം വന്നേച്ച് എന്നോട് പറഞ്ഞ്, ജോൺസൺ ബ്രദറെ ഇന്ന് ട്യൂഷൻ എടുക്കണ്ട, ഇന്നൊന്ന് തുടങ്ങി വെച്ചിട്ട് ജോൺസൺ ബ്രദർ പൊയ്ക്കോ, നാളെ തൊട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞേച്ച് ആ മനുഷ്യൻ എന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ? ഇത് അഡ്മിഷൻ ഫീസ്. പ്രിയപ്പെട്ടവരെ, 1995 ആ ഫീസ് ഞാൻ തുറന്നു നോക്കി, 250 രൂപയുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു മാസം മുഴുവൻ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കർത്താവ് തന്നു. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ കർത്താവിന്റെ വചനം കേട്ട ഇറങ്ങുന്നെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഇറങ്ങുന്നെങ്കിൽ, ഇടവും വലവും നോക്കാതെ നമ്മൾ ഇറങ്ങുന്നെങ്കിൽ, നാളെ ആര് നമ്മളെ സഹായിക്കും നോക്കാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നെങ്കിൽ, നമ്മളെ പോറ്റിപ്പുലർത്താൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സാരാഫാത്തിലെ വിധവയെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത ഒരു കർത്താവ്, കാക്കയെ കൊണ്ട് തന്റെ ഭക്തനെ പോറ്റിപ്പുലർത്തിയ ഒരു കർത്താവ്. കാക്ക വരണമെന്ന് ഏലിയാവ് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല, പക്ഷേ ഏലിയാവിന് എപ്പോഴാണ് ഭക്ഷണം ആവശ്യമുള്ളതെന്ന് അറിഞ്ഞ് തക്ക സമയത്ത് കൊടുക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. എനിക്ക് ഞാൻ കൈ തുറന്നു, കാരണം അത്രയും പൈസ ഉണ്ട് എനിക്ക്. ഞാൻ രാവിലെയും വൈകിട്ടും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഭക്ഷണം കഴിക്കാനുള്ള പൈസയുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെ വിഷമങ്ങളൊക്കെ മാറി വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നല്ലൊരു ട്യൂട്ടോറിയൽ അധ്യാപകനായി മാറി. ഈ സെമിനാരി ലൈഫിൽ നിന്ന് കർത്താവ് എന്നെ നേരെ കൊണ്ടുപോയത് ട്യൂട്ടോറിയൽ അധ്യാപകനായിട്ടാണ്. വീട്ടിൽ ട്യൂഷൻ, ഹോം ട്യൂഷൻ എന്ന് വേണ്ട, ചെല്ലുന്നിടത്തെല്ലാം ട്യൂഷൻ. അവിടെ എല്ലാം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ട്യൂഷൻ പിള്ളേർക്ക് കുറച്ചു നേരം, അത് കഴിഞ്ഞ് മാതാപിതാക്കൾക്ക്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് ജോൺസൺ ബ്രദർ സെമിനാരി പോയി അച്ഛനാകുന്നില്ല, എന്തുകൊണ്ട് സെമിനാരി വിട്ടു, എന്താണ് ഇതിന് കാര്യം? എല്ലായിടത്തും ഒരുപോലെ സാക്ഷ്യം പറയുവാൻ കർത്താവിനെ ഉപയോഗിച്ചു. ഒരു വീട്ടിൽ ട്യൂഷന് പോയി ചെന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവരത് കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അവരും അവരുടെ കുടുംബവും സ്നാനപ്പെട്ടു. എവിടെ ഒത്തിരി അനുഭവങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ട്യൂഷനിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് റെയ്നാൾഡ് ബോംകെ എന്ന ഒരു ദൈവദാസൻ എറണാകുളത്ത് വരുന്നതായിട്ട് ഒരു പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെറ്റക്കോസ്ത് സഭകളുടെ അല്ല മീറ്റിംഗ് അതൊന്നും കൂടുതലൊന്നും പരിചയമില്ല, അങ്ങനെയൊന്നും അധികമൊക്കെ ഒന്നും പോയിട്ടില്ല. അപ്പം ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ കൂടാൻ പോയ, കൺവെൻഷൻ കണ്ടിട്ടില്ല, ഒരു കൺവെൻഷന് പോയിട്ടില്ല. അപ്പം ഈ നോട്ടീസ്, ഇത് പത്രത്തിൽ ഒരു വലിയ മനോരമ പത്രത്തിൽ ഒരു പരസ്യം. ഞങ്ങളെല്ലാം തീരുമാനിച്ചു, സ്നാനപ്പെട്ട ഞങ്ങളെല്ലാം തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, ഒന്ന് മീറ്റിങ്ങിന് പോവാം. അപ്പൊ രജിസ്റ്റർ ഒക്കെ ചെയ്തു, പവർ കോൺഫറൻസ് ഉണ്ട്, അതിന് രജിസ്റ്റർ ചെയ്തു, അവിടെ പോയി താമസിക്കുക എല്ലാം ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഈ പവർ കോൺഫറൻസിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998 തോന്നുന്നു അത് നടക്കുന്നത്. അവിടെ പോയി അതിൽ പങ്കെടുത്തു. അവിടുന്ന് അതാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ മാറ്റിമറിച്ച രണ്ടാമത്തെ അനുഭവം. ഒന്നാമത്തെ അനുഭവം കർത്താവിന് വേണ്ടി എന്നെ മാറ്റിമറിച്ചതാണെങ്കിൽ, രണ്ടാമത്തത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വേർതിരിച്ച അനുഭവമാണ് എനിക്ക് അതുകൂടെ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, റെയ്നാൾഡ് ബോംകെ അവിടെ പോയിരിക്കുക, പാട്ടുകൾ പാടുന്നു, എല്ലാരും കൈയടിക്കുന്നു.
ഇത് കാണുമ്പോൾ നമുക്കും സന്തോഷം. ധ്യാനത്തിനൊക്കെ പോയ അനുഭവമുണ്ട്. നമ്മളും കൈയൊക്കെ അടിച്ച് പല പല പാട്ടുകള്, അത് കഴിഞ്ഞ് ഈ ദൈവദാസന്റെ മെസ്സേജുകള്, ജീവിതത്തിൽ ആദ്യമായിട്ട് പവർഫുൾ മെസ്സേജുകൾ കേൾക്കുക, പരിശുദ്ധാത്മ നിറവിലുള്ള മെസ്സേജുകൾ കേൾക്കുക, ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ പവർ കോൺഫറൻസ് ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ പകർന്നിരിക്കുക. ആ പവർ കോൺഫറൻസിന്റെ പങ്കെടുത്ത് പല പാട്ടുകളും സത്യത്തിൽ പഠിച്ചത് അവിടെ വെച്ചാ. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല, പലതും പഠിക്കുന്നത് അവിടെ വെച്ചാ. അങ്ങനെ ഈ പവർ കോൺഫറൻസിൽ പങ്കെടുത്തു. പവർ കോൺഫറൻസിന്റെ ലാസ്റ്റ് ഡേ അന്ന് ഈ റെയ്നാൾഡ് ബോങ്കയുടെ ദൈവദാസൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ എല്ലാവരുടെയും ഇവിടെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും തലയിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ പ്രാർത്ഥിക്കാനുള്ള സമയമായിരിക്കും. അപ്പൊ നമ്മള് ഞാൻ വിചാരിച്ച് ഓക്കെ, ഞങ്ങളെല്ലാം ചിന്തിച്ചു. അത് നമുക്ക് ഇപ്പൊ ഈ ക്യൂ നിൽക്കാൻ ആൾക്കാരൊക്കെ പോകുന്ന കണ്ടപ്പോ ഭയങ്കര കുറച്ച് വരികളുണ്ട്. ഓരോ ദൈവദാസന്മാർ വന്നിരിക്കും, അവരുടെ മുമ്പിൽ ഇങ്ങനെ വരികൾ നോക്കിക്കൊണ്ട് ഭയങ്കര ചെറുപ്പക്കാരെല്ലാം അവിടെ വന്നവരെല്ലാം ഈ മീറ്റിംഗ് പങ്കെടുക്കുന്നവരെല്ലാം വരിയായിട്ട് നിൽക്കുക. അപ്പൊ വിചാരിച്ചു ഇതിന്റെ ഇടയ്ക്ക് നിൽക്കേണ്ട അവരെ, കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്നയോ ഇതൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് ഈ ഇവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്നത് കാണാൻ വേണ്ടി ഞങ്ങളൊരു 3-4 പേര് ഈ സൈഡിൽ പോയി നിന്നു. അപ്പൊ ഇവിടെ അതുകൊണ്ട് ആ ടീം അംഗങ്ങൾ വന്ന് സ്റ്റേജിന് മുമ്പിൽ നിരന്ന് നിന്നു. അതിനു മുമ്പിലായിട്ട് വരിയാട്ട് ദൈവദാസന്മാരും എല്ലാരും നിൽക്കുക, എല്ലാരും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഈ സൈഡിൽ മാറി ഞാൻ അപ്പം ഈ സ്റ്റേജിനോട് അടുത്ത് നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാൻ വേണ്ടിയാ, സത്യം അതാണ്. അപ്പൊ അതിങ്ങനെ നോക്കി നിൽക്കുമ്പം ഈ റെയ്നാൾഡ് ബോങ്ക എന്ന ദൈവദാസൻ സ്റ്റേജിലേക്ക് കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്നതിന് ശേഷം ഈ ആൾക്കാരെ എല്ലാം നോക്കി, എല്ലാരെയും നോക്കി, ഭയങ്കര ക്യൂ ഉണ്ട്. അദ്ദേഹം നോക്കുമ്പം 3-4 പേര് മാത്രം ഒരു സൈഡിൽ പോയി ഇതെന്താന്ന് കാണാൻ വേണ്ടി സ്റ്റേജിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ സ്റ്റേജിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അദ്ദേഹം നേരെ വന്ന് എന്റെ തലയെ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഒരിക്കലും ഇതും ഞാൻ ആഗ്രഹിച്ചതല്ല, സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതല്ല. ഇത് കാണാനാ ഞാൻ പോയി നിന്നത്. കാണാൻ നിന്ന എന്റെ തലയിലാണ് ആദ്യം കൈവെക്കുന്നത്. അത് കഴിഞ്ഞ് എന്റെ പുറകിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന 2-3 സഹോദരന്മാരുടെ അപ്പോഴത്തേക്ക് അപ്പുറത്തെ വരികളെല്ലാം ഇപ്പുറത്തായപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാനിടയായ ഒരു സംഭവം. ഈ ട്യൂഷൻ ഫീൽഡ് കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ മതി, നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ കർത്താവിനായി ജീവിക്കുവാൻ നീ നിന്റെ ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കുക. അടുത്ത ഒരു തീരുമാനം എടുക്കേണ്ട അനുഭവം വന്നു. വീട്ടിലെങ്ങനെ പറയും, ഒന്നാമത്തെ വിഷമം കഴിഞ്ഞതേ ഉള്ളൂ, അത് കഴിഞ്ഞ് ചില വർഷങ്ങളാകുന്നേ ഉള്ളൂ. അവരതിനെ മാനസികമായിട്ട് അംഗീകരിച്ച് വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് എങ്ങനെ ശരിയാവും? എങ്കിലും 1998 റെയ്നാൾഡ് ബോങ്ക എന്ന ദൈവദാസൻ വന്നേ തോന്നുന്നു. 99 മാർച്ച് മാസം കുട്ടികളുടെ എല്ലാം ട്യൂഷനൊക്കെ ഞാൻ നിർത്തി. അപ്പൊ മാർച്ചിൽ എക്സാം ഒക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്കിങ്ങനെ കാസർഗോഡേക്ക് ഒന്ന് പോകണം. അപ്പൊ ചോദിച്ചു, എവിടാ കാസർഗോഡ്? ഞാൻ പറഞ്ഞു, അന്ന് ഇവിടെ വന്ന് ഇടയ്ക്ക് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന മോഹൻ പി ഡേവിഡ് എന്ന ഒരു ബ്രദർ ഇല്ലേ, ആ ബ്രദറിന്റെ കൂടെ ഇനിയിപ്പൊ ട്യൂഷനിലല്ലോ, ട്യൂഷൻ ഇനിയിപ്പം അടുത്ത ജൂണിലല്ല തുടങ്ങുന്നുള്ളൂ, ഞാൻ കുറച്ച് ദിവസം അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയി നിന്ന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ കുറച്ച് ദിവസം അപ്പൊ എന്റെ അപ്പച്ചൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്റെ കയ്യിൽ അപ്പൊ ഈ ട്യൂഷൻ എടുത്ത പൈസ കുറച്ച് കയ്യിലുണ്ട്. അപ്പൊ ചോദിച്ചു, അപ്പൊ പറഞ്ഞു, കാരണം 2 മാസത്തിനുള്ളിൽ മടങ്ങി വരുമെന്ന്, ഞാൻ ഒന്ന് നിന്നിട്ട് വരാം. അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ 1999 ഏപ്രിൽ മാസം, എന്റെ ചിന്ത ശരിയാണ്, 2-ാം തീയതി ശാസ്താംകോട്ടയിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു ബാഗും അതിൽ 3-4 തുണികളുമായിട്ട് ഞാൻ യാത്ര തിരിച്ചു. എന്റെ കൂടെ ഈ പറഞ്ഞ അനിൽ എന്ന് പറയപ്പെടുന്ന സഹോദരനുണ്ടായിരുന്നു. ഞങ്ങള് നേരെ കാസർഗോഡ് വന്നിറങ്ങി. അപ്പം ഈ മോഹൻ പി ഡേവിഡ് പാസ്റ്റർ താമസിക്കുന്ന വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ അവിടെ നടന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അന്ന് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഒരു സുവിശേഷ വേലയില്ലാത്ത, ഒരു പ്രവർത്തനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുക എന്നതാണ്. മറ്റൊന്നുമല്ല, ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെ യേശു ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. മറ്റൊന്നും ലക്ഷ്യമില്ല. അങ്ങനെ
ആണ് 1999 ഏപ്രിൽ മാസത്തിൽ ഈ മോഹൻ പി ഡേവിഡ് പാസ്റ്ററിന്റെ വീട്ടിലെത്തിയത്. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയില്ല. അവിടുന്ന് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് അവിടുന്ന് അഭിഷേകം പ്രാപിച്ചു. അവിടെ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്ന പോലെ കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ഭാഗമായിരിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ വന്ന് താമസം ആരംഭിച്ചു. ഇവിടെ ഒരു കർത്താവിന്റെ സാക്ഷിയായി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ 1999 മുതൽ ഈ കാസർഗോഡ് ജില്ലയുടെ ഈ തെക്കൻ ഭാഗത്ത് ഒരു കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നു. എനിക്ക് ഭാര്യയുണ്ട്, ഇതിന്റെ ഇടയിൽ അതുപോലെ എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മോന്റെ പേര് ജോഷുവ എന്നാണ്. അവൻ ഇപ്പോൾ 2001 എൻ്റെ വിവാഹം. ഇപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ് അവൻ ഒരു ചെറിയ ഒരു ജോലിയിലെ ട്രെയിനി ആയിട്ട് കയറിയിരിക്കുന്നു. എനിക്കൊരു മോളുണ്ട്, അവളുടെ പേര് ജോഷിത. അവള് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നേഴ്സിംഗിന്റെ അഡ്മിഷൻ എടുത്തെങ്കിലും ഒരു MBBS അഡ്മിഷന് വേണ്ടി ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നേഴ്സിംഗ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. വൈഫിന്റെ പേര് സുസന്നാമ. വൈഫും ഒരു സുവിശേഷകന്റെ മകളാണ്. ഒരു ഒറ്റ മകളാണ്. അവരുടെ വീട് പുനലൂരായിരുന്നു. അവര് മാറി കുണ്ടറയിൽ വന്ന് താമസിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ യേശു കർത്താവിന്റെ ഒരു സാക്ഷിയായി ഈ ദേശത്ത് നിൽക്കുന്നു. പ്രതികൂലങ്ങൾ, സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴുണ്ടാകുന്ന, സാക്ഷിയായി നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, എതിരുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ട്. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ഞാൻ കർത്താവിനോട് ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഭക്ഷണമില്ലാതെ ചില ദിവസങ്ങൾ കഴിച്ച സമയത്ത് ദൈവം എൻ്റെ മുമ്പിൽ ഒരു ട്യൂഷൻ സെന്ററിലെ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് വിളിച്ച് അന്ന് ആരംഭിച്ച ഇന്നും ഇതുവരെയും ഒരാളോട് പോലും 1 രൂപ പോലും സുവിശേഷ വേലയ്ക്ക് തരണം എന്ന് പറയാതെ, ഒരാളോട് പോലും ഒരു ആവശ്യങ്ങൾ പറയാതെ, ആവശ്യങ്ങളുടെ സമയത്ത് ഓരോ കർത്താവിന്റെ കരം കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും സാക്ഷ്യം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. നമുക്ക് ഒരൊറ്റ ജീവിതമാണ്. വെച്ചു മാറാൻ പറ്റത്തില്ല. എന്തെല്ലാം നേടിയാലും, എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും, ഏതെല്ലാം സ്ഥാനം ലഭിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം ഇട്ടിട്ട് പോകണം. ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവ്, ഈ രക്ഷയുടെ സന്തോഷം തന്ന കർത്താവ്, പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ട കർത്താവ് വാനമേഘങ്ങളിൽ വരുന്നത്. ആ കർത്താവ് വരുമ്പോൾ അവന്റെ അടുത്തേക്ക് എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാകും. ഒരു വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ നമുക്ക് കർത്താവിനായി ജീവിക്കാൻ കഴിയണം. ഞാൻ വായിച്ച വാക്യത്തിലെ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതിനോട് ചേർന്ന് താൻ പറയുക, അത്രയുമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഇറങ്ങിയപ്പോഴത്തുള്ള അതിനേക്കാൾ അതേ വിശ്വാസം അവസാനം വരെയും താൻ മുറുകെ പിടിച്ചുകൊണ്ട് പറയാൻ, ഇപ്പോഴും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള, നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ തന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ബാക്കി എല്ലാറ്റിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക, കർത്താവിനായി ജീവിക്കാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സാക്ഷ്യത്താൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയ ദൈവദാസനോടും കുടുംബത്തോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാണ്. ഓക്കെ, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ദേവദാസനെ പോകുന്നത്? നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള ഈ സ്ഥലങ്ങളെ പോലുള്ള പ്രവർത്തനങ്ങളാണോ അവിടെ പ്രയർ വിസിറ്റിങ്? എങ്ങനെയൊക്കെയാണ് പാസ്റ്ററിന്റെ അവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ?
നമ്മള് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മള് വിസിറ്റിങ്ങുകളൊക്കെയാണ്. ആ പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോ നമുക്ക് ആ കൂടുതൽ അങ്ങോട്ട് ആ നമ്മുടെ പോലെ അങ്ങനെ പറ്റത്തില്ല. ഓക്കെ. ഭവനങ്ങളിൽ നമുക്ക് എങ്കിലും അങ്ങനെ ഇവിടെ കയറാനുള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ. പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണെങ്കിലും ഇത്രയും ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കാസർഗോഡ് പ്രദേശത്ത് നിലകൊള്ളുവാൻ ദൈവമായ കർത്താവിൻ്റെ വൃത്തിനെ സഹായിച്ചല്ലോ. തുടർന്നും കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്ത് നമ്മളാവോളം പകലുള്ളിടത്തോളം നാഥൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനാം നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങൾക്ക് ഇത്രയും തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ വിളിച്ച് അവിടത്തേക്കായി വേർതിരിച്ച കർത്താവേ, ഒരു നാളെ അന്ധകാരമായിരുന്നു. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ അത്ഭുത വെളിച്ചത്തിലേക്ക് വിളിച്ച കർത്താവേ, ഒരു നാൾ ഇരുളിലായിരുന്നു. ഇരുളിൽ നിന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത് വെളിച്ചമാക്കിയ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച കർത്താവേ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമസൃഷ്ടികൾ പലപ്പോഴും ഈ സത്യം അറിയാതെ, ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ കർത്താവെ അവരുടെ ജീവിതം പല തരത്തിൽ തകർന്നും നിരാശയിലും തകർച്ചയിലും പലതരം മയക്കുമരുന്നിലും ആത്മഹത്യയിലൊക്കെ അവസാനിക്കുമ്പോൾ ഈ നല്ല കർത്താവിനെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വഭാവത്തിലൂടെയും കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി തന്നതിനായി നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തോട് പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് താഴ്ത്തുന്നു. ഈ ചാനല് അനേകർക്കൊരു ആശ്വാസമായി, അനേകർക്ക് സന്തോഷമായി, അനേകർക്കൊരു സമാധാനമായി മാറുവാൻ കർത്താവിടയാക്കണമേ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.